ഇഞ്ചി കുടിക്കാറ്റി തരാം. 4 വെള്ളം നമുക്കിതിൻ്റെ അടിമറന്ന് കിട്ടണം. അടിമറന്നിൽ കയറ് പോകണം. കയറ് പോയാലാണ് അതിൻ്റെ പൈസ ഇട്ടിന്ന് കിട്ടുള്ളൂ. നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളെ ഒരു 420 സ്ക്വയർ ഫീറ്റിൻ്റെ കർമ്മണിയെ കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിത്തറ ചെയ്യേണ്ടതും മേൽത്തറ ചെയ്യേണ്ടതും പാതക എങ്ങനെ ചെയ്യണമെന്നും പിന്നെ അതുപോലെ ബെൽറ്റിന് കട്ട പലകയാണോ കട്ടയാണോ കെട്ടേണ്ടത്, കട്ട കെട്ടുമ്പോൾ എങ്ങനെയാണ്, പിന്നെ ബെൽറ്റ് വാർത്ത് കഴിഞ്ഞ് ആ വീഡിയോ ഞാൻ അടുത്തതിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ ബെൽറ്റ് പണി വരെയായിരുന്നു നമ്മളോട് ഒരു പാർട്ടി പറഞ്ഞിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ് പോകാനായിട്ട് മണ്ണും കൂടി ഇട്ട് കലക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ വേറെ ആളെ നോക്കുന്നില്ല. അപ്പോൾ നമ്മളത് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇതിലേക്ക് 4 വണ്ടി എംസാൻഡിൻ്റെ വേസ്റ്റ് ഈ എംസാൻഡ് ഫിൽറ്റർ ചെയ്തിട്ട് അരിച്ചതിന് ശേഷം വരുന്ന പൗഡറുണ്ട്. അതാണ് ഇപ്പോൾ കാണുന്നത്. 4 വണ്ടി ഇതിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഈ 4 വണ്ടി മതി 420, 1.5 യൂണിറ്റിൻ്റെ വണ്ട. അതായത് 145 അടിയുടെ വണ്ടിയിലാണ് വരുന്നത്. 4 വണ്ടി ഇറക്കുന്നുണ്ട്. അത് ഇറക്കിയിട്ട് അതൊരു 3,900 വരും വണ്ടി വാടക ഇറക്കും ഒരു വണ്ടിക്ക്. അപ്പോൾ ആ മണ്ണ് നമ്മൾ അറപ്പാണിക്ക് പോരിട്ടു. ഇവിടെ ഹിറ്റാച്ചിയുടെ ആവശ്യമില്ല. അറപ്പാറമയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ തറയിൽ മൊത്തം തറയിൽ നമ്മൾ മൊത്തം എല്ലാ ഭാഗത്തും മണ്ണ് നിറയ്ക്കുകയാണ്. ഇതേപോലെ ഉണ്ടോ ഇതിലുള്ള മണ്ണ് നിറച്ച് ഇതിൻ്റെ ഒരു ഭാഗം ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കിയിരുന്നു. ആ ഒഴിവാക്കുന്ന ഭാഗത്തേക്ക് ആദ്യം വെള്ളമടിക്കും. വെള്ളമടിച്ച് അവിടെ നിന്ന് വല്ലാണ്ട് ലൂസായതിന് ശേഷം നമ്മൾ ഇതേമാതിരി ഇറങ്ങി നിൽക്കുകയാണ്. ഇതേമാതിരി ഇറങ്ങി നിൽക്കുകയാണ്. ഇറങ്ങി നിന്നിട്ട് നമ്മൾ ഇതുപോലെ മേടിച്ച് കൊടുക്കും. ലൂസായതിന് ശേഷം കൈക്കോട്ടുകൊണ്ട് ഇരിക്കില്ല. ഇതേമാതിരിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അടിയിലേക്ക് വെട്ടത്തണം. നമ്മൾ ഇട്ട മണ്ണ് അത്രയും അടിയെന്ന് പറയണം. അപ്പോൾ അടിയിലേക്ക് വെള്ളവും ചെല്ലും. ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് ചാലിച്ച് വിട്ട് കഴിഞ്ഞാൽ ഈ കെട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സിമെൻറ്റിലാണ്ട് പണ്ടത് പറയാം പാക്കിങ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ചാറ് ഇതിങ്ങനെ ഈ കൊഴുപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകും. മണ്ണ് ഫുള്ളായി കയറും, കൊഴുപ്പ് കയറിയിട്ടായിട്ടാവും. അതിനാണ് നമ്മൾ ഈ തറയുടെ പുറം അടച്ചിരിക്കുന്നത്. ഇത് ഇതുപോലെ കലക്കി ഈ ബെൽറ്റ് ഉയരത്തിൽ നിന്നും നമ്മളൊരു 3 ഇഞ്ച് താഴ്ത്തി വിടാം. 4 ഇഞ്ച് താഴ്ത്തിയാലും കുഴപ്പമില്ല. അതായത് ബെൽറ്റ് ഉയരം 4 ഇഞ്ചാണ്. അത്രയും താഴ്ത്തി ഈ മണ്ണ് ലെവൽ ചെയ്യും. ഇതുപോലെ കലക്കി മട്ടം ക്ലിയറാക്കി ചെയ്യും. ഇതെന്തിനും ഇങ്ങനെ കലക്കണമെന്ന് വെച്ചാലേ ഇത് കലക്കുമ്പോൾ ഈ മണ്ണിൻ്റെ മൊത്തം പറിച്ചിട്ട് കഴിഞ്ഞാൽ വെള്ളം എത്തൂല, കലക്കും ചുവവില്ല, അടിയിൽ നിന്ന് ഏറൂല. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ എന്തുണ്ടാവും, വായുവിൻ്റെ അറവ് വന്നു കഴിഞ്ഞാൽ ചെതൽ വരാനുള്ള സാധ്യത കിട്ടും. അത് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും അത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇതുപോലെ ആൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ സാധനം ഇതിൻ്റെ ഉള്ളിലുള്ള മണ്ണിലെ എയറെല്ലാം തള്ളിപ്പോയി നല്ല ലൂസായി ഇതിൻ്റെ ഉള്ളിൽ ഈ കെട്ടിൻ്റെ ഉള്ളിൽ കയറി ഈ മണ്ണ് പതുക്കെ ഇരിക്കും. വെള്ളം വലിയനുസരിച്ച് നല്ല ടൈറ്റാവും. ഇത് കുറച്ച് നാൾ കഴിഞ്ഞാൽ വെട്ടിയാൽ കിട്ടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അത്രയും ഉറപ്പായിരിക്കും. തണ്ടിന് പൊടിയല്ലേ, കാര്യമില്ല, ഈർപ്പം കയറുമെന്നൊക്കെ പറയുമെങ്കിലും അതുമല്ല, ഈ സാധനം വെട്ടിയാൽ കിട്ടില്ല. അത്ര ഉറപ്പുണ്ട്. ഇതുപോലെ ചെയ്യണം കേട്ടോ. ഇത് കോരിയിട്ട് മേലെന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാര്യമില്ല. അതുപോലെ ഹിറ്റാച്ചി വെച്ച് കളിക്കാലും കണക്ക് തന്നെയാണ്, വലിയ കാര്യമൊന്നുമില്ല. പറയുമ്പോൾ ഞാൻ കഴിയും. ഈ സൈഡിലൊന്നും കെട്ടിൻ്റെ ഈ സൈഡിലൊന്നും ഇതുപോലെ നമുക്ക് വെള്ളം ഒഴിച്ച് വെട്ടി ഇതുപോലെ വെട്ടിക്കളിക്കാനൊന്നും പറ്റില്ല. ഏത് ഹിറ്റാച്ചി കൊണ്ട് ഇങ്ങനെ തന്നെ പറ്റുള്ളൂ. കണ്ടോ? അപ്പോൾ അതേപോലെ വെട്ടി കളിക്കുമ്പോൾ ചാറൊക്കെ അങ്ങോട്ട് കയറും. ഇത് മട്ടം 4 ഇഞ്ച് താത്തി നമ്മളിത് ഇറക്കിയത്. എന്തിനാ വെച്ചാലേ തറയുടെ ഒപ്പം മണ്ണിട്ട് കഴിഞ്ഞാൽ
വീട് പണി നടക്കുമ്പോൾ ഒരുപാട് വേസ്റ്റിൻ്റെ ഉള്ളിൽ വീഴും. ആ സമയത്ത് അടിക്കോൺകിറ്റ് വീണ സമയത്ത് നമ്മൾ എന്തെന്ന് വെച്ചാൽ ഈ മണ്ണൊക്കെ എടുത്ത് പുറത്തേക്ക് കളയേണ്ടി വരും വെടിപ്പാക്കുമ്പോൾ. അപ്പോൾ അത് നഷ്ടമല്ലേ. അപ്പോൾ 4 ഇഞ്ച് താത്തിരുന്നത് നല്ല. അപ്പോൾ വേസ്റ്റ് വീഴുന്നു. അപ്പോൾ കട്ടയുടെ വേസ്റ്റൊക്കെ വീഴും. അതൊന്നും കളയണ്ട. വില വിറകിൻ്റെയോ ഈ മരങ്ങളുടെ പീസോ കരടക്കിങ്ങി അതൊക്കെ അടിച്ച് കളയാം. ഇതൊക്കെ വെള്ളമൊഴിച്ച് വീടിച്ചിരിക്കുക. ഇപ്പോൾ എല്ലാവരും 2 ഇഞ്ച് 2 ഇഞ്ച് 3 ഇഞ്ച് വരെ കോൺക്രീറ്റ് കൊടുത്ത് തുടങ്ങി ഫ്ലോറിൽ. അപ്പോൾ 3 ഇഞ്ച് കോൺക്രീറ്റ് കൂടെ ഇത്രയും താത്തിരുന്ന നല്ലതാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ വീടുകളും വലിയ വീടാണെന്നൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വിറ്റാച്ച് വരുന്നവർ വെച്ചോട്ടെ. അതിനോടൊപ്പം 2 ആളെ കൂടെ നിർത്തിയാൽ സൈഡൊക്കെ ഒന്ന് കളക്കാൻ. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോട്ടർ നമുക്ക് 1 HP-യോ 1.5 HP-യോ മോട്ടർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായി ചെയ്യാനായിട്ട്. നമുക്ക് വെള്ളം നല്ല ഫോഴ്സിൽ കിട്ടാം. ഇതേമാതിരി കിട്ടിയാലോ ഈ അരയുടെ കുഞ്ഞു മോട്ടർ വെച്ച് അടിക്കരുത്. ഇതുപോലെ കിട്ടിയാൽ വെള്ളം നന്നായി വേണം, എങ്കിലും നന്നായി ലൂസാവുള്ളൂ. അങ്ങനെ ചെയ്യാം. അത് ഈ പാറപ്പൊടി ആയാലും ശരി, ചരൽ മണ്ണായാലും ശരി, ചരൽ മണ്ണിലെ കളി കയറി പിടിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് കൂട്ടുകാരെ. അപ്പോൾ ഒരിക്കലും തറയ്ക്കൊപ്പം മണ്ണിടരുത്. ബെൽറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിൽ തറയിന്ന് ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ താത്തില്ല. അത് ബെൽറ്റ് 6 ഇഞ്ചിൻ്റെ ബെൽറ്റാണെങ്കിലും 4 ഇഞ്ചിൻ്റെ ബെൽറ്റാണെങ്കിലും 8 ഇഞ്ചിൻ്റെ ബീം സൈസ് കൊടുക്കുന്നുണ്ട്. പ്രിൻ്റ് ബീം പോലെ ഏത് തറയുടെ മേലെ ചില പാടം സൈഡ് അവിടെയാണെങ്കിൽ ഒരു 4 ഇഞ്ച് താത്തിരുന്നതല്ല ഉള്ളിൽ മണ്ണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ ഇവരോട് കാര്യം പറഞ്ഞു, വീട്ടുകാരോട് കാര്യം പറഞ്ഞിട്ട് അവർക്ക് അതുപോലെ ചെയ്താൽ മതി. അവർക്കൊരു കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നിങ്ങളും വഴി ഞാൻ പങ്കുവയ്ക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടണം. നമ്മൾ ബുദ്ധിമുട്ടാതെ ഒരു കാര്യം നടക്കില്ല. അപ്പോൾ വീട്ടുകാരനായാലും ശരി, പണിക്കാരനായാലും ശരി, ഇതേപോലെ ചെയ്താൽ ഇതിപ്പോൾ 420 ഒറ്റ ദിവസം കൊണ്ട് തീരും. ഈ 4 ലോഡ് മണ്ണ് ഇതിലേക്ക് കയറും. ഇനി ഒരു ലോഡ് കൊണ്ട് വരാണ്ട് ഇതിൽ മൊത്തം കയറും. ഈ 4 ഇഞ്ച് താത്തിടാനും പറ്റി ഫുള്ള് കോരിയിട്ട് ഞങ്ങൾ 4 പേരാണ് അറുപാനിക്ക് പോരുന്നു. ഈ ശരിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മൊത്തം ഇട്ട് ഇന്ന് തന്നെ ഇത് കലക്കി തീരും. അപ്പോൾ 2 ആളെ വെച്ചൊക്കെ ചെയ്യാണ്ടിരിക്കുക. വ്യത്യാസം കൊണ്ടൊക്കെ തീരണമെങ്കിൽ 2 ആൾ വന്നിട്ട് തല എങ്ങനെയും കാണിച്ചു കൂട്ടി പോകത്തുള്ളൂ. അപ്പോൾ അത് സംഭവിക്കാണ്ടിരിക്കുക. ചെയ്യുമ്പോൾ നല്ല ബലത്തിൽ ഇത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഗുണമുണ്ട്. ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാണിച്ച് പിന്നീട് അകത്ത് ചെതൽ മരുന്നടിക്കുന്ന കാര്യമില്ല. എയർ വായുവിൻ്റെ അറ ഉണ്ടാകാൻ പാടില്ല. വായുറ കടന്നാൽ പണ്ട് കാലത്തെ വീടുകളൊക്കെ അടിത്തറ പൊളിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ചെതൽ കുട്ടികൾ കാണാം. അത് പണ്ടൊന്നും ഇതുപോലെ കലക്കാൻ പറ്റില്ല. ഒരു കൊല്ലൊക്കെ തറ വെച്ച് അവിടെ ഇടും. മഴ കൊണ്ട് പോകണം കലങ്ങാൻ. അതുകൊണ്ടൊക്കെ കണക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളുടെ വീട് നമ്മളാണ് ചെയ്യുന്നത്, നമ്മൾ കാശെടുക്കുന്നു. അപ്പോൾ അത് ഗുണം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നല്ല രീതിയിൽ വേണം. അവിടെയും ലാഭം നോക്കിയിട്ട് ഇതൊക്കെ ഒരാൾ 2 ആൾ കൂടിയതുകൊണ്ട് പണി നന്നായി ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ആ ലാഭം പിന്നീട് നഷ്ടം ഉണ്ടാക്കരുത്. അതുപോലെ തറ പണിയുമ്പോൾ നന്നായി ചെയ്യുക. കാരണം മേൽപ്പണിക്ക് വരുന്ന പണിക്കാർ, കട്ടപ്പണിക്കാർ, അവർക്ക് അളവൊക്കെ നോക്കുമ്പോൾ തെറ്റിക്കിടന്നാൽ 2-ാം പണി വരും. അത് വീട്ടുകാരുടെ മനസ്സിന് കഷ്ടവും പണിക്കാർക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കുക. തറ പണിയുമ്പോൾ പക്ക അളവുകളൊക്കെ ശ്രദ്ധിക്കുക. ഇത്തിരി സമയം എടുത്താലും കുഴപ്പമില്ല. പാർട്ടിക്ക് തിരക്കുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക. എൻജിനീയേഴ്സ് വർക്ക് എടുക്കുന്നുണ്ട്, കോൺട്രാക്ടേഴ്സ് വർക്ക് എടുക്കുന്നുണ്ട്, സാധാരണ പാർട്ടികളും വരും. അപ്പോൾ ആര് വർക്ക് എടുത്താലും കുറച്ചൊക്കെ ഒരു ഫീൽ ചെയ്യുക. ഒരു 100 വേണ്ട, ഒരു 80% ചെയ്യണം. പിന്നെ പണിയെടുക്കാമെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ചങ്ങന്മാരെ. അത് അതിന് നമ്മൾ ചെയ്യുന്ന തൊഴിൽ ഏതായാലും നമ്മളെന്താ വേണ്ടേ? നമ്മൾ ആ പണിയെ ഇഷ്ടപ്പെട്ടാൽ എന്തുണ്ടാവും? കഷ്ടപ്പെട്ടാൽ രക്ഷപ്പെടാം. ഇതുപോലെ പണിയെടുത്തിട്ട് അതിൽ കിട്ടും വരുമാനം. നമ്മളെ വീട്ടിലേക്ക് അതിൽ നിന്ന് അരി മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ മക്കളും ഭാര്യയും അല്ലെ കുടുംബം കഞ്ഞി വെച്ച് കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും നല്ലൊരു ആരോഗ്യവും ഒക്കെ കിട്ടും. അപ്പോൾ നല്ല മനസ്സറിഞ്ഞ് അത് ഒരു പണി എടുക്കുമ്പോൾ നമ്മൾ പ്രവർത്തിക്കാനുള്ള ഒരു ഉണ്ടല്ലോ ആത്മവിശ്വാസവും അർപ്പണബോധവും അത് ഉണ്ടാക്കിയെടുക്കലാണ് നമ്മൾ തൊഴിലാളികളുടെ കടമ. എങ്കിലും എല്ലാ പണിയും വിജയിപ്പിക്കാം. നമ്മൾ കേരളത്തിലെ എല്ലാ വിഭാഗത്തിലും ഈ നിർമ്മാണ മേഖലയിലുള്ള എല്ലാ പണിക്കാരും ഹെൽപ്പർ മുതൽ മൂത്താശ്ശേരി വരെ ഒരേ കെട്ടായി നിന്നാൽ ഒരു വീട്ടിന് നമ്മളെല്ലാവരും പണിക്കാർ വരുന്നുണ്ട്. അവിടെ വരുമ്പോൾ നമ്മൾ ആ വീട്ടിലെ അംഗങ്ങളാണെന്നുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ആരെയും ഉപേക്ഷിക്കുകയല്ല. നമ്മൾ ചിന്തിച്ചാൽ നമുക്കതൊക്കെ മനസ്സിലാക്കാവുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പണി ചെയ്യുമ്പോൾ ഒരു തറപ്പണിക്ക് എടുക്കുമ്പോൾ കരാറെടുത്താലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് വരുന്ന എക്സ്പെൻസ് കൂട്ടിയിട്ട് പാർട്ടിയോട് പറയാം. കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ അവർക്ക് എങ്ങനെയെങ്കിലും മതിയെന്ന് വെച്ചാൽ അത് അവർ അനുഭവിച്ചു നോക്കാം. നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞു സുഹൃത്തുക്കളെ. ഇനി ഈ പണിയിൽ നിന്ന് നമുക്കൊരു വൈകുന്നേരത്തോട് ഇതിൻ്റെ പണി ഫുള്ളായിട്ട് കഴിയും. അതിപ്പോൾ ഇതിൽ പറഞ്ഞു ഞാൻ നിർത്തുന്നു. അടുത്ത സ്ഥലത്ത് അടുത്ത തറകെട്ടും കാര്യം വേണ്ടി വരുന്നവരെല്ലാവർക്കും നമസ്കാരം.